എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഭരത്. സഹകാരിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്നൊരു പോർഷനാണ്. നമ്മുടെ സബ്ജക്റ്റിൽ ജോഗ്രഫിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ നമ്മുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ ഏതൊരു മത്സര പരീക്ഷ നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകളൊന്നാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി ആസ് എ ഹോൾ. ഇന്ത്യൻ ആയിക്കോട്ടെ, ഫിസിക്കൽ ജോഗ്രഫി ആയിക്കോട്ടെ, കേരള ജോഗ്രഫി ആയിക്കോട്ടെ. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഈ അടിസ്ഥാന വിവരങ്ങളാണെന്ന് പറഞ്ഞു. ആ അടിസ്ഥാന വിവരങ്ങളിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനിൽ നിന്ന് തുടങ്ങുന്നു. സോ വെയർ ഇസ് ഇന്ത്യ ആക്ച്വലി പ്ലേസ്ഡ്? ഇന്ത്യനെ എവിടെയാണ് നമ്മൾ ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ നേഷൻസ് കാണുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുകയും ഈ റെപ്രസെൻറ്റേഷൻസ് ഉള്ള ഈ ഒരു മാപ്പിൽ ഇഷ്ടംമാതിരി വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, റൈറ്റ്? അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻസിന് വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ഇതിൽ കാണുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻസിന് വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ്. അതുപോലെ വെർട്ടിക്കൽ ലൈൻസിന് വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ ലോങ് ആയിട്ട് വരച്ചിരിക്കുന്നു, അങ്ങനെ വല്ല ആലോചിച്ചാൽ മതി നിങ്ങൾ. അതിനാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്, മനസ്സിലാക്കാം. ഓൾസോ നമ്മുടെ ഗ്ലോബ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് എ ലാറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി ഗ്ലോബ്. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് പാസ് ചെയ്ത് പോകുന്നൊരു ലാറ്റിറ്റ്യൂഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അവനെ വിളിക്കുന്നവർ, അവൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അഥവാ ഇക്വേറ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കാം അവനെ? ഇക്വേറ്റർ എന്ന് വിളിക്കാം. ഭൂമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയും. എന്ത് പറയും? ഭൂമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയും. ഇക്വേറ്റർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. അവനാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ആദ്യമേ മനസ്സിലാക്കിക്കോ. ഓക്കെ, അപ്പോൾ ഈ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഭൂമി എന്ന സ്പിയറിനെ 2 അർദ്ധഗോളങ്ങളായിട്ട്, 2 ഹെമിസ്പിയറുകളായിട്ട് തിരിക്കുന്നത്. ഒരു നോർത്തേൺ സ്പിയറും ഒരു സദേൺ സ്പിയറും. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ദ ഇക്വേറ്റർ സ്പ്ലിറ്റ്സ് ദ ഗ്ലോബ് ഇൻ ടു 2 ഹെമിസ്പിയേഴ്സ്. ഒരു നോർത്തേൺ ഹെമിസ്പിയറും ഉണ്ട്, ഒരു സദേൺ ഹെമിസ്പിയറും ഉണ്ട്. ക്ലിയർ ആണോ? റൈറ്റ്. ഈ ഇക്വേറ്ററിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ഇക്വേറ്ററിൻ്റെ പ്രത്യേകത? ഇക്വേറ്റർ എന്ന് പറയുന്നത് ഏറെക്കുറെ ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി പാസ് ചെയ്തു പോകുന്ന ലൈൻ ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലംബമായിട്ട്, പെർപെൻഡിക്കുലറായിട്ട് കിട്ടുന്ന, റിസീവ് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഇക്വേറ്ററും ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളുമാണ്. ദാറ്റ് ഈസ് ദി ഇക്വിറ്റോറിയൽ റീജിയൻസ്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അതുകൊണ്ട് അനുഭവപ്പെടുക. കാരണം ഏറ്റവും കൂടുതൽ സണ്ണ് നേരിട്ട് ലംബമായിട്ട് പതിക്കുന്ന റേസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇക്വേറ്ററും അതിനനുബന്ധമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളുമാണെന്ന് പറയും. ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളായിരിക്കും ഈ ഇക്വേറ്ററിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ട് അവയെ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്നൊക്കെ വിളിക്കും. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ട്രോപ്പിക്കൽ റീജിയൻസ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഗ്ലോബും അതിൻ്റെ ഇക്വേറ്ററും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. ഇതേ ഫിഗർ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആൻഡ് സി. അതുപോലെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനകത്തും ഈ 0 ഡിഗ്രി പറയുന്നുണ്ട്. വി ഹാവ് എ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസിംഗ് ത്രൂ ഹിയർ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോഞ്ചിറ്റ്യൂഡും ഭൂമിനെ 2 ഹെമിസ്ഫിയറായിട്ട് തിരിക്കുന്നുണ്ട്. ഒരു ഈസ്റ്റേൺ പാർട്ടും ഒരു വെസ്റ്റേൺ പാർട്ടുമായിട്ട് തിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ലാറ്റിറ്റ്യൂഡ് അതിനെ ഒരു നോർത്തേൺ പാർട്ടും ഒരു സദേൺ പാർട്ടും എന്ന രീതിയിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിഹൗ ഇന്ത്യ ഇപ്പോൾ ക്ലിയർലി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയുടെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റേൺ സൈഡിലാണോ വെസ്റ്റേൺ സൈഡിലാണോ വരിക? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുക. അതുകൊണ്ടത് ഈസ്റ്റേൺ സൈഡിലാണ് വരിക. അതായത് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി നോർത്ത് ഈസ്റ്റേൺ ക്വാഡ്രൻറ്റ്. നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കളങ്ങൾ നമ്മൾ വരച്ചിട്ടില്ലേ, അതിലെ ഓരോ കളത്തെയുമാണ് ഓരോ ക്വാഡ്രൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ ക്വാഡ്രൻറ്റിലായിട്ടാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്ലോബൽ ലൊക്കേഷനിങ്ങിൽ അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഇരിക്കുന്ന ഒരു നോർത്ത് ഈസ്റ്റേൺ ക്വാഡ്രൻറ്റിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പൊസിഷനിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനർത്ഥം ഇന്ത്യയിൽ ഞാൻ ഏതൊരു പ്രദേശത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് പറയുന്നതായിക്കോട്ടെ, ഇന്ത്യയിൽ ഞാൻ ഏതൊരു പ്രദേശത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും അക്ഷാംശം പറഞ്ഞാലും അതിനെല്ലാം ഈ നോർത്ത് എന്ന സൈനേജ് മാത്രമേ കാണുകയുള്ളൂ. കാരണം ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡിനെ വരച്ചാലും അത് എന്തായാലും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇതുവഴി പോകുന്ന ലാറ്റിറ്റ്യൂഡ് വരച്ചാലും അതും നോർത്തേൺ ഹെമിസ്ഫിയറാണ്. അതിന് മുകളിലൂടെ പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് വരച്ചാലും അതും നോർത്തേൺ ഹെമിസ്ഫിയർ തന്നെയാണ്. ശരിയല്ലേടാ?
അതിനർത്ഥം ഈ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയാലും, അതായത് ഏതൊരു ലാറ്റിറ്റ്യൂഡ് ആയാലും, ആ ലാറ്റിറ്റ്യൂഡിൻ്റെ എല്ലാം റെപ്രസെൻറ്റേഷൻ നോർത്ത് വെച്ചിട്ടാവും നമ്മൾ പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും സൗത്തുള്ള ലാറ്റിറ്റ്യൂഡ് ഏതെന്ന് ചോദിച്ചാലും ആ ലാറ്റിറ്റ്യൂഡിനോടൊപ്പം വരുന്ന റെപ്രസെൻറ്റേഷൻ ഒരു നോർത്ത് എന്ന് തന്നെയായിരിക്കും. ഇത്ര ഡിഗ്രി നോർത്ത് എന്ന് തന്നെയായിരിക്കും വരിക. ബിക്കോസ് ഏറ്റവും താഴെ പോർഷനുള്ള ഇന്ത്യയും നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡ്സിനെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? എസെൻഷ്യലി കംപ്ലീറ്റ് ഇന്ത്യയും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റേൺ സൈഡിലല്ലേ. അപ്പോൾ ഏതൊരു ലോഞ്ചിറ്റ്യൂഡ് വരച്ചാലും, ഇന്ത്യയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഏതൊരു ലോഞ്ചിറ്റ്യൂഡിനെ ഞാൻ വരച്ചാലും ആ ലോഞ്ചിറ്റ്യൂഡിലെല്ലാം ഒരു ഇത്ര ഡിഗ്രി ഈസ്റ്റ് എന്ന് തന്നെയല്ലേ പറയുള്ളൂ. ബിക്കോസ് ഓൾ ദി ലൈൻസ് ആർ കമ്മിങ് ഓൺ ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ശരിയല്ലേ? പിടി കിട്ടിയോ? അതായത് ഇതൊരു കുറുക്ക് വഴിയാണ്. എന്ത് കുറുക്ക് വഴിയാണ്? നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റുകൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റുകൾ ഏതെന്ന് താഴെ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ഒരു കുറുക്ക് വഴിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്ക് വഴി. ഏത്? ഒരു കാരണവശാലും ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചുകളിൽ ആര് വരില്ല? സൗത്ത് വരില്ല. ഒരു കാരണവശാലും വരില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ഓൺ ദി നോർത്തേൺ പാർട്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ രേഖകളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ആരും വരില്ല, വെസ്റ്റും വരില്ല. അപ്പോൾ ഏതെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ വെസ്റ്റോ സൗത്തോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി അങ്ങ് അവോയ്ഡ് ചെയ്യാം. അവനെ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരെ മാത്രം എനിക്ക് ഉത്തരത്തിന് പരിശോധിച്ചാൽ മതിയാവും. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു കുറുക്ക് വഴി അത് കിടപ്പുണ്ട്. ക്ലിയർ ആണ്? സോ ദിസ് ഇസ് ഹൗ ഇന്ത്യ ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഗ്ലോബൽ മാപ്പ്. അപ്പോൾ ഗ്ലോബൽ മാപ്പിൽ ഇന്ത്യ ഈ ഒരു രീതിയിലാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാം. ആൻഡ് ഇന്ത്യയുടെ ഏറ്റവും പ്രോക്സിമൽ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഓഷനാണ്. നമുക്കറിയാവുന്നതാണ്. ഇന്ത്യക്ക് ഏറ്റവും പ്രോക്സിമൽ ആയിട്ടുള്ള കടൽ, സമുദ്രം എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷനാണ്. ആ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന രണ്ട് പോർഷൻസാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെനിൻസുലയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പെനിൻസുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എസെൻഷ്യലി വെള്ളത്തിലേക്ക് ഇങ്ങനെ 3 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെനിൻസുല എന്ന് വിളിക്കുക. കാരണം ഇവിടെ അറബിക്കടലുണ്ട്, അറേബ്യൻ സീ, ഇവിടെ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, ഇവിടെ ബേ ഓഫ് ബംഗാളുമാണ്. അങ്ങനെ 3 വശവും കടലാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ലാൻഡ് ഫോം എന്ന രീതിയിലാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെ പെനിൻസുല എന്ന് വിളിക്കുക. പെനിൻസുല, ദിസ് ഇസ് വാട്ട് എ പെനിൻസുല മീൻസ്. അപ്പോൾ ഇന്ത്യ ഒരു പെനിൻസുലയാണോ? ഉറപ്പായിട്ടും അതെ. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ 3 വശവും കടലാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. സോ ഇന്ത്യ ഈസ് എ പെനിൻസുല. ക്ലിയർ ആണല്ലോ? കിഴക്ക് പടിഞ്ഞാറ് അതിർത്തികളിൽ ഏതൊക്കെ കടലുകൾ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അറേബ്യൻ സീയും ഉണ്ട്, ബേ ഓഫ് ബംഗാളും ഉണ്ട്. സൗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഷൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല എന്നുകൂടി തിരിച്ചറിയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പിടികിട്ടിട്ടില്ലേ? സോ ദിസ് ഇസ് ഹൗ ഇന്ത്യ ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഗ്ലോബൽ മാപ്പ്. ഇന്ത്യ ഉൾപ്പെടുന്ന പിന്നെ കോണ്ടിനെൻറ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഉൾപ്പെടുന്ന കോണ്ടിനെൻ്റ് ഏതാണ്? ഇന്ത്യ ഉൾപ്പെടുന്ന കോണ്ടിനെൻ്റ് ഏതാണ്? ഏഷ്യയാണ് അല്ലേ? ഇന്ത്യ ഒരു ഏഷ്യൻ രാജ്യമാണ്. ഇന്ത്യ ഈസ് ആൻ ഏഷ്യൻ കൺട്രി. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ആൻ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. പർട്ടിക്കുലർലി ഏഷ്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ സൗത്ത് ആയിട്ടാണ്. ഏഷ്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ പോർഷൻസ് ആണ് ഏഷ്യ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ പോർഷനാണ് നമ്മൾ ഏഷ്യ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നേപ്പാളും ചൈനയും ഒക്കെ കൂടി ചേരുന്നതാണ് ഏഷ്യ എന്ന് പറയുന്നത്. ആ രാജ്യങ്ങളിൽ ഒട്ടുമുക്കാലും നമ്മുടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന രാജ്യങ്ങളിൽ ഒട്ടുമുക്കാലും വരുന്നത് കുറച്ചുകൂടി ഫർദർ നോർത്ത് വേർഡാണ്. അതിൽ ഇന്ത്യയാണ് അതിനകത്ത് ഏറ്റവും സൗത്ത് നിൽക്കുന്നത്. ശ്രീലങ്കയും മാൽദീവ്സും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യയും അതുപോലെ തന്നെ സൗത്ത് വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ പർട്ടിക്കുലർലി നമ്മൾ എന്ത് പറയും? ഒരു സൗത്ത് ഏഷ്യൻ കൺട്രി എന്ന് പറയും. എന്ത് പറയൂടാ? ഒരു സൗത്ത് ഏഷ്യൻ കൺട്രി എന്ന രീതിയിൽ നമുക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ ഈസ് എ സൗത്ത് ഏഷ്യൻ കൺട്രി എന്ന രീതിയിലാണ്. ഓക്കെ, ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഹെമിസ്ഫിയർ. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. വിച്ച് ഇസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി ഇക്വേറ്റർ ആൻഡ് ദാറ്റ് ഈസ് വൈ ഇപ്പോൾ ഇന്ത്യയിലും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചൂടുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൗത്ത് അല്ലേ. സൗത്ത് ഇന്ത്യ ഈസ് താരതമ്യേന ഹോട്ടർ ദാൻ ദി നോർത്ത് ഇന്ത്യ. വൈ? ബിക്കോസ് സൗത്ത് ഇന്ത്യ ഈസ് മോർ ക്ലോസ് ടുവേർഡ്സ് ദി ഇക്വേറ്റർ വെയർ വി റിസീവ് മോർ എമൗണ്ട് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന ഇക്വേറ്ററിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ കുറച്ചുകൂടി ഹോട്ടറായിട്ട് മാറുന്നത് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ. ഇതിൽ ഈ ഇക്വേറ്ററിനോടുള്ള പ്രോക്സിമിറ്റി മാത്രമൊന്നും അല്ല ഇന്ത്യയിലെ ക്ലൈമറ്റിനെ ദുർഘടമാക്കുന്നത്. അതിന് വേറെയും പല പാരാമീറ്റേഴ്സും ഉണ്ട്. അതിലൊന്നാണ് ഈ കടലിനോടുള്ള സാമീപ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കടൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, കടൽ അടുത്തുള്ള പ്രദേശങ്ങൾക്കൊക്കെ കടലിൻ്റേതായ ഒരു മോഡറേറ്റിംഗ് എഫക്റ്റ് ക്ലൈമറ്റിന് കിട്ടും. ഇപ്പോൾ കടൽ
എക്സ്ട്രീം വെതർ കണ്ടീഷൻസിനെ ഒന്ന് മോഡറേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് വളരെ വലിയ ചൂടുണ്ടാകുന്ന കണ്ടീഷൻസിലാണെങ്കിൽ കടലിൽ നിന്നുള്ള കാറ്റ് ആ ചൂടിനെ ഒന്ന് ശമിപ്പിക്കും. എക്സ്ട്രീംലി തണുപ്പുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നുള്ള കാറ്റ് അതിനെ ആ തണുപ്പിനെ ഒന്ന് മോഡറേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു മോഡറേറ്റിംഗ് ഇഫക്റ്റ് എപ്പോഴും കടലിനോട് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ കിട്ടാറുണ്ട്, ഏതൊരു രാജ്യത്ത് പോയാലും. അതേ കാര്യം ഇന്ത്യയിലും പണിയെടുക്കുന്നുണ്ട്. കാരണം ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ജോഗ്രഫിക്കലി ഇക്വേറ്ററിനോട് അടുത്ത് നിൽക്കുന്നത് തെക്കൻ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞുവെങ്കിലും, സൗത്ത് സദേൺ സ്റ്റേറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും, ചൂട് കൂടുതൽ സദേൺ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുവെങ്കിലും, നിങ്ങളിൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വന്നേക്കാം, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ചിന്തിച്ചേക്കാം, അങ്ങനെയല്ലല്ലോ സാറേ, ഡൽഹിയുടെയൊക്കെ കാര്യം നോക്കുമ്പോൾ അത് എക്സ്ട്രീംലി ചൂടുള്ള സമയമായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുക. ഡൽഹിയിലൊക്കെ ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂടും തണുപ്പുള്ളപ്പോൾ ഭയങ്കര തണുപ്പുമൊക്കെ അനുഭവപ്പെടുകയല്ലേ. അപ്പോൾ കേരളത്തിനേക്കാൾ ചൂട് കൂടുതലുള്ള സമയം നമുക്ക് ഡൽഹിയിൽ കാണാൻ പറ്റുമല്ലോ സമ്മർ സീസണുകളിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വാസ്തവമായിട്ടുള്ള ചോദ്യമാണ്, വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ്. അതിനുള്ള മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഡൽഹി കടലിൽ നിന്ന് ഒരുപാട് അകലെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡാണ്. കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്, കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിന് കിട്ടുന്ന മിതത്വം, കടലിൻ്റെ മിതത്വം ആർക്ക് കിട്ടില്ല? ഡൽഹിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വെതർ കണ്ടീഷൻസ് എക്സ്ട്രീം ആവും. എസെൻഷ്യലി ഇതെല്ലാം വരുന്നത് ഇക്വേറ്ററിനടുത്ത് തന്നെയാണല്ലോ. കേരളം തന്നെയാണ് കൂടുതൽ ഇക്വേറ്ററിനോട് അടുത്തേക്കുന്നത്, അതിനകത്തൊന്നും യാതൊരു സംശയവും വേണ്ട. പക്ഷേ കടലിൻ്റെ ഒരു മോഡറേറ്റിംഗ് എഫക്റ്റ് കേരളത്തിന് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ഡൽഹി. അതുകൊണ്ടാണ് ഡൽഹി കുറച്ചുകൂടി എക്സ്ട്രീം കണ്ടീഷൻസ് ചൂടുള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴും കാണിക്കുന്നതിനോട് തിരിച്ചറിയാം. നമുക്ക് കൂടുതൽ ക്ലൈമറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. തൽക്കാലം ഇത്രയും ഫാക്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, റൈറ്റ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻറ്റുകൾ നോക്കിയാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു മാപ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മാപ്പ് ഇന്ത്യയുടെ മാപ്പാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അതേന്ന്. എന്നാൽ ഞാൻ പറയുന്നു ഇത് പൂർണ്ണമായ ഇന്ത്യയുടെ മാപ്പല്ല, ഇത് പൂർണ്ണമായ ഇന്ത്യയുടെ മാപ്പല്ല എന്ന് ഞാൻ പറയും. കാരണം ഇവിടെ ലാറ്റിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ഏറ്റവും സൗത്ത് വേർഡുള്ള ലാറ്റിറ്റ്യൂഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഏത്? ഇതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. ലെറ്റ്സ് ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ഹിയർ. ഇതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഇതുമാണ് എന്ന് കരുതിക്കോ. അപ്പോൾ ഇവൻ 37°6' നോർത്തും ഇവൻ 8°4' നോർത്തുമാണ് ലാറ്റിറ്റ്യൂഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നു ഇത് തെറ്റാണ്, ദിസ് ഈസ് റോങ്. എന്നാൽ പല PSC ബുള്ളറ്റിനുകളിലും അല്ലെങ്കിൽ പല ഗൈഡുകളിലും റാങ്ക് ഫയലുകളിലും എല്ലാം ഈ 8°4' ശരിയായി തന്നെ കാണിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ PSC റാങ്ക് ഫയൽ തെറ്റാണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാകണമല്ലോ. ഇത് രണ്ടും തെറ്റല്ല, ഒരു ചെറിയൊരു കറക്ഷൻ മാത്രം ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കണ്ട ചിത്രം പൂർണ്ണമായ ഇന്ത്യയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളതല്ല എന്ന് പറയണം. ഇതിന് തലയില്ലാത്ത കശ്മീരൊന്നുമല്ല, തലയൊക്കെ ഉണ്ട്, അതൊന്നും അല്ല പ്രശ്നം. പകരം ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള, കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ അധീനതയിൽ 2 ഐലൻഡ് ഗ്രൂപ്പുകളും കൂടിയുണ്ട്. ശരിയല്ലേ? ഇന്ത്യ എന്നത് ഈ ഇത് മെയിൻലാൻഡ് ഇന്ത്യയാണ് കേട്ടോ. ദിസ് ഇസ് മെയിൻലാൻഡ് ഇന്ത്യ. പിന്നെ നമുക്ക് അങ്ങനെ വിളിക്കാം, മെയിൻ ലാൻഡ് ഇന്ത്യ നമ്മൾ പറയും. ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വരുന്ന ഈ ഒരു നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭൂപ്രകൃതി, ഈ ഒരു ഭൂമി, ഈ ഒരു ലാൻഡിനെ നമ്മൾ മെയിൻ ലാൻഡ് ഇന്ത്യ എന്ന് വിളിക്കും. എന്നാൽ ഈ മെയിൻലാൻഡ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ. ഇതിന് പുറമെ നമുക്കിവിടെ കുറച്ച് ദ്വീപ സമൂഹങ്ങളുണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അല്ലേ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതുപോലെ കേരളത്തിൻ്റെ അറബിക്കടലിൽ സമാനമായിട്ട് കുറച്ച് പേര് ഇവിടെയുണ്ട്. ഇവന്മാരെന്താ വിളിക്കുക നമ്മൾ? ഇവന്മാരാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഐലൻഡ്സ്. അപ്പോൾ ഈ 2 ഐലൻഡ് ഗ്രൂപ്പുകളും കൂടി ചേർന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് കംപ്ലീറ്റ് ഇന്ത്യ ഫോം ചെയ്യുന്നുള്ളൂ. ദിസ് ഈസ് ദി കംപ്ലീറ്റ് ഇന്ത്യ. ഐലൻഡ് ഗ്രൂപ്പുകളും കൂടി ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ഇന്ത്യ ആവുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ്, ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇന്ദിരാ പോയിന്റ് എന്നാ വിളിക്കുക. ഇന്ദിരാ പോയിന്റ്. എവിടെയാണ് മക്കളെ ഇന്ദിരാ പോയിന്റ്? ഈ ഇന്ദിരാ പോയിന്റ് ഒരു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകളിലാണ്. നമ്മുടെ ആൻഡമാൻ, അതിൽ തന്നെ ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ അറിയാം, ഇതല്ല ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് ഇന്ത്യയുടെ. പിന്നെ ഏതാ? അതിലും താഴെ നിൽക്കുന്ന പോയിന്റ് ഇതാണ്. ദിസ് ഈസ് ദി സദേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് പാസിംഗ് ത്രൂ ഇന്ത്യ. അതേതാണ്? 6°4' നോർത്താണ്, 6°4' നോർത്ത് ലാറ്റിറ്റ്യൂഡാണ്. പിടികിട്ടിയോ? അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ലാറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ അത് 8°4' അല്ല, പകരം 6°4' ആണ്. ബിക്കോസ് ആൻഡമാനിലെ
ഇന്ദിരാ പോയിന്റ് ആണ് ഏറ്റവും സൗത്ത് ആയിട്ടുള്ള ഇന്ത്യയുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത്. അതുവഴി പാസ് ചെയ്ത് പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആണ് 6 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് വരുന്ന, ഏറ്റവും സതേൺ മോസ്റ്റ് ആയിട്ട് വരുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് തിരിച്ചറിയാം. ക്ലിയർ ആണേ? ഇനി മെയിൻലാൻഡ് ഇന്ത്യയുടേതാണ് ചോദ്യമെങ്കിൽ അത് 8 ഡിഗ്രി 4 മിനിറ്റ് തന്നെയാണ്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരമായിട്ട് നമ്മളിത് പറഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, അപ്പം മെയിൻലാൻഡ് ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരി. അതിനകത്ത് സംശയമൊന്നും വേണ്ട, അത് ഇങ്ങേ അറ്റത്തുള്ള കന്യാകുമാരി തന്നെയാണ്. അതുവഴി പാസ് ചെയ്ത് പോകുന്ന ലാറ്റിറ്റ്യൂഡ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് തന്നെയാണ്. അതിനകത്തൊന്നും കൺഫ്യൂഷൻ നമുക്ക് ആവശ്യമില്ല. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയുടേതെന്നാണ് ചോദ്യമെങ്കിൽ 6 ഡിഗ്രി 4 മിനിറ്റും മെയിൻലാൻഡ് ഇന്ത്യയുടേതെന്നാണ് ചോദ്യമെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റുമാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് എന്നത് മനസ്സിലാക്കുക. അങ്ങനെ നോർത്തേൺ മോസ്റ്റ് പോയിന്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്ന ദാറ്റ് ഈസ് ആക്ച്വലി പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ് കേട്ടോ. 37 ഡിഗ്രി 6 മിനിറ്റ്. ഈ 37 ഡിഗ്രി 6 മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. POK എന്ന് പറയും. പാക് ഒക്കുപ്പൈഡ് കാശ്മീരായിട്ട് വരുന്ന പ്രദേശമാണ്. ഇത്രയൊക്കെ പാകിസ്ഥാൻ്റെ കീഴിൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ലല്ലോ കൺസിഡർ ചെയ്യുക. അത് പാകിസ്ഥാൻ അനധികൃതമായിട്ട് പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ ചേർത്ത് തന്നെയാണ് എടുക്കുക. അപ്പോൾ നമ്മുടെ മാപ്പിൽ ആ ഭാഗവും ഉണ്ടാകും. ആ ഏറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും നോർത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രദേശത്തെ കൂടി ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യ എന്ന് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ വടക്കൻ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് തന്നെയാണ്. 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണേ? സെറ്റല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് മറന്നു പോകാണ്ട് പഠിച്ചു വെച്ചേക്കണം. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റുകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ തർക്കങ്ങളൊന്നുമില്ല. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങേയറ്റം, അതായത് വെസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നത് ഗുജറാത്തിലൂടെ ആയിരിക്കും. വെസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നത് ഗുജറാത്തിലൂടെ ആയിരിക്കും. 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ്. 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ്. അതുപോലെ ഈസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തൂടെ ആയിരിക്കും, വിച്ച് ഇസ് 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ്. 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ്. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആണേ? ഇപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻസിന് സംശയമൊന്നും വേണ്ട. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിയാൽ ഈ രണ്ട് വാല്യൂസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. 6 ഡിഗ്രി 4 മിനിറ്റും ഏറ്റവും സൗത്തേ, ഏറ്റവും നോർത്ത് വന്നപ്പോൾ 37 ഡിഗ്രി 6 മിനിറ്റ്. ഓക്കെ, 6 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ്. ഓൾമോസ്റ്റ് ഒരു 31 ഡിഗ്രിയുടെ വ്യത്യാസം. ശരിയല്ലേ? ഇനി കിഴക്കൂന്ന് പടിഞ്ഞാറോട്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടുള്ള എക്സ്റ്റെൻറ്റ് നോക്കി നോക്കുക. ഈ ഒരു എക്സ്റ്റെൻറ്റ് നോക്കി നോക്കുക. 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്. അതുപോലെ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഇതിലും ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 68ഉം 97ഉം 68ഉം 98ഉം ആയിരുന്നെങ്കിൽ കറക്റ്റ് 30 പറയായിരുന്നു. ഇതിപ്പോൾ മോറോലെസ് ഒരു 29 സംതിങ് ഡിഗ്രീസ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് ഈ രണ്ട് എക്സ്റ്റെൻസും ഒരു രണ്ടിൻ്റെയും ആവറേജ് എന്ന രീതിയിൽ 29ൻ്റെയും 31ൻ്റെയും ആവറേജ് ഒരു 30 പിടി, രണ്ടിൻ്റെയും അപ്രോക്സിമേഷൻ എന്ന രീതിയിൽ ഒരു വാല്യൂ എനിക്ക് എത്ര പറയാൻ പറ്റും? 30 ഡിഗ്രി. അതായത് ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു PYQ ആണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എത്ര ഡിഗ്രി ഉണ്ട്, ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എത്ര, ഇത് കൃത്യമായിട്ട് എത്ര ഡിഗ്രി ഉണ്ടെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കത്തില്ല. അപ്രോക്സിമേറ്റ് എക്സ്റ്റെൻഡ് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇന്ത്യ, അപ്രോക്സിമേറ്റ് എക്സ്റ്റെൻഡ് ഓഫ് ദി ലോഞ്ചിറ്റ്യൂഡ്സ് ഓഫ് ഇന്ത്യ, ഇതായിരിക്കും ചോദ്യം വരാൻ സാധ്യത. ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം 30 ഡിഗ്രിയാണ്. രണ്ട് ചോദ്യത്തിന് ഉത്തരം 30 ഡിഗ്രി. അതായത് ഞാൻ പടിഞ്ഞാറേ അറ്റത്തുനിന്ന് കിഴക്കേ അറ്റം വരെ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുന്ന ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ കവറേജ് എന്ന് പറയുന്നത് അത് തൊട്ട് ഇതുവരെ വരുമ്പോഴേക്കും ഞാൻ 30 ഡിഗ്രി കവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഞാൻ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ പോകുമ്പോഴേക്കും അവിടെയും ഞാനൊരു 30 ഡിഗ്രിയുടെ ലാറ്റിറ്റ്യൂഡ് കവർ ചെയ്തിട്ടുണ്ടാവും. പിടിയിട്ടുന്നുണ്ടോ? അപ്പോൾ 30 ഡിഗ്രി വീതമുള്ള കവറേജാണ് എനിക്ക് വടക്കുനിന്ന് തെക്കോട്ട് പോയാലും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോയാലും ഒക്കെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുക. സോ ടോട്ടൽ എക്സ്റ്റെൻസ് എന്ന് പറയുന്നത് എനിക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് മാറിപ്പോവില്ല, പഠിക്കുന്ന കാര്യത്തിൽ മാറിപ്പോവില്ല. ലാറ്റിറ്റ്യൂഡിൽ എക്സ്റ്റെൻഡ് ആയാലും 30 ഡിഗ്രി തന്നെ, ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റെൻഡ് ആയാലും 30 ഡിഗ്രി തന്നെ ആ ഒരു കവറേജ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇത് മുതൽ അതുവരെ എത്ര ദൂരം സഞ്ചരിച്ചു? ഒരു 30 ഡിഗ്രി നമ്മൾ സഞ്ചരിച്ചു. അത് മുതൽ ഇതുവരെ എത്ര സഞ്ചരിച്ചു? ഒരു 30 ഡിഗ്രി സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ ഇത്രയും ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മോറോർലെസ്
അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വരുന്ന ഒരു ദൂരം എന്നൊക്കെ പറയുന്നതും മോറോർലെസ് ഒരുപോലെയാണ്. ഓക്കെ, അവരുടെ ഒരു ഡിസ്റ്റൻസ് ഓഫ് കാൽക്കുലേഷൻ ബിറ്റ്വീൻ ദ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആൻഡ് ദി ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് 2933 കിലോമീറ്ററും സൗത്ത് ടു നോർത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. മോറോർലെസ് അപ്രോക്സിമേറ്റ്ലി ഒരു 3000 കിലോമീറ്റർ എന്ന രീതിയിൽ പറയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നോർത്ത് ടു സൗത്ത് ലെങ്തും മോറോർലെസ് ഒരു 3000 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് മോറോർലെസ് ഒരു 3000 കിലോമീറ്റർ ആണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത് ഇവിടെ ഉണ്ട്. ആക്ച്വൽ ഡിസ്റ്റൻസ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ഫ്രം നോർത്ത് ടു സൗത്ത് ഇസ് 3214 കിലോമീറ്റേഴ്സ്, 3214 കിലോമീറ്ററും. ആൻഡ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ഏത് പറഞ്ഞാലും ഒരുപോലെയാണ്, ഈസ് 2933 കിലോമീറ്റേഴ്സ് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അത് തൊട്ട് ഇതുവരെയുള്ള ദൂരവും ഇത് തൊട്ട് ഇതുവരെയുള്ള. അപ്പോൾ നമുക്ക് ഗുജറാത്തിൽ നിന്ന് കാരണം ഗുജറാത്തിൻ്റെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റിൽ നിന്ന് അരുണാചലിൻ്റെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ്. ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ 2933 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തും. അതുപോലെ കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് കശ്മീരിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ പാമീറിനോട്ടൊക്കെ വരുന്ന പ്രദേശത്തോട്ടൊക്കെ ഉള്ളൊരു സഞ്ചാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ 3214 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ അവിടേക്ക് എത്തിച്ചേരുമെന്ന് കൂടി തിരിച്ചറിയാം. ക്ലിയർ ആണേ? ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതിൻ്റെ കവറേജ് എത്രത്തോളം വരുന്നുണ്ട് എന്നും അത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രത്തോളം കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ കവറേജ് വരുന്ന ഓൾമോസ്റ്റ് 3000 കിലോമീറ്ററോളം നോർത്ത് ടു സൗത്തും ഈസ്റ്റ് ടു വെസ്റ്റും ഒക്കെ ലെങ്ത് വരുന്ന ഈ ഒരു രാജ്യം താരതമ്യേന വലിയൊരു രാജ്യമാണ്. എത്രത്തോളം വലിപ്പമുണ്ട്? ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യം എന്ന രീതിയിലുള്ള ഒരു വലിപ്പമുണ്ട്. അപ്പോൾ ഇന്ത്യ ലോകത്തെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ 3000 കിലോമീറ്ററോളം നോർത്ത് ടു സൗത്ത് ഈസ്റ്റ് ടു വെസ്റ്റ് എക്സ്റ്റെൻഡ് ഉള്ളൊരു രാജ്യമായ ഇന്ത്യ എന്തായാലും ചെറിയൊരു രാജ്യമാവില്ല അല്ലേ? പക്ഷേ അതിൻ്റെ വലുപ്പം എങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നു? മറ്റു രാജ്യങ്ങളുടെ വലുപ്പവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. താരതമ്യം ചെയ്യുമ്പോൾ 7ാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളത് പിടികിട്ടുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നതാണേ, കൺട്രിയും നേഷനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ പൊതുവേ രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക, കൺട്രിയും നേഷനും. ഇവിടെയും കോൺടാക്റ്റിൽ നമ്മൾ രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും ആശയപരമായിട്ട് അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. കൺട്രി എന്നതൊരു ഫിസിക്കൽ ബൗണ്ടറികൾ വരുന്നൊരു ഫിസിക്കൽ സെറ്റിംഗ് മാത്രമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലാൻഡിനെയാണ് ഞാൻ കൺട്രി എന്ന് വിളിക്കാം, ഏതൊരു ലാൻഡിനെയും എനിക്ക് കൺട്രി എന്ന് വിളിക്കാം. പക്ഷേ ഒരു നേഷൻ ആകണം എന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഏരിയക്കുള്ളിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ദേശീയത മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു ജനസമൂഹമുണ്ടെങ്കിലാണ് എനിക്കതിനെന്തെന്ന് വിളിക്കാൻ പറ്റുക? നേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പം നേഷൻ എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഉൾപ്പെടുന്നതാണെന്നും കൺട്രി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ജസ്റ്റ് ആ ഒരു ഫിസിയോഗ്രഫിക് ലാൻഡ് മാത്രമാണ് എന്നുള്ളതും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞോ. ഇപ്പം രണ്ട് വാചകങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ. അതുകൊണ്ട് പറഞ്ഞു വന്ന് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു വന്ന് മാത്രം. ആ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ 7ാമത്തെ വലിയ രാജ്യമായി നിൽക്കുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിലെ 3ാമത്തെ ഏറ്റവും വലിയ രാജ്യവുമാണ് ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിലെ 3ാമത്തെ ഏറ്റവും വലിയ ഏരിയയാണെന്ന് കൂടി രാജ്യമാണെന്ന് കൂടി അറിയാം. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ കവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 32,87,263 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. നിങ്ങൾ കാണാണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചിരുന്നോ നല്ലതാണ്. ബിക്കോസ് മുമ്പ് ചോദ്യം ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എത്രയാണെന്നും കേരളത്തിൻ്റെ ലാൻഡ് ഏരിയ. അപ്പോൾ ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ ഒരു 1.8% ഒക്കെ ഉള്ളൂ കേരളത്തിൻ്റെ ലാൻഡ് ഏരിയ. അതുകൊണ്ട് ഇന്ത്യയുടെ ലാൻഡ് ഏരിയക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്ത് ഒരു ഓവറോൾ നമ്പർ നോട്ട് ചെയ്തിരുന്നാൽ മതി. 32,87,263 സ്ക്വയർ കിലോമീറ്റർ കേട്ടോ. 32.87 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. 32.87 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് കൂടി അറിഞ്ഞിരിക്കുക. വിച്ച് ഈസ് 2.4% ഓഫ് ദി ടോട്ടൽ വേൾഡ് ഏരിയ. നമ്മുടെ ലോകത്തിലെ മൊത്ത രാജ്യങ്ങളുടെയും കണക്ക് നോക്കുന്ന സമയത്ത് ടോട്ടൽ വേൾഡിൻ്റെ ഏരിയയുടെ 2.4% ഇന്ത്യ എന്ന രാജ്യം മാത്രം ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 2.4% വരുന്ന ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ മൊത്തം ഏരിയയുടെ 2.4% കൂടുതലായിരിക്കും ഇന്ത്യയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന 6 രാജ്യങ്ങളുടെയും കാര്യത്തിലെന്ന് കൂടി തിരിച്ചറിയാമല്ലോ. അതിനകത്തുനിന്ന് ഇങ്ങനത്തെ ഇൻഫറൻസസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കുക മക്കളെ മനസ്സിലേക്ക് കൊണ്ടുവന്നേക്കുക കേട്ടോ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ വേണമെന്നുള്ളതാണ്. The southern part of the country lies within the tropics and the northern part lies in the subtropical zone or warm temperate zone. അതായത് ക്ലൈമാറ്റിക് സോൺസിൻ്റെ കാര്യം ഇവിടെ പറയുന്നതാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമില്ല, ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വേറ്ററിനോട് ക്ലോസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇക്വേറ്റർ വരും, ഇതുവഴി ഇക്വേറ്റർ വരുന്നുണ്ടാവും, 0 ഡിഗ്രി ഇക്വേറ്റർ. ആ ഇക്വേറ്ററിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡ് ഇവിടെ ഇപ്പോൾ 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഈ ഒരു ലാറ്റിറ്റ്യൂഡിൻ്റെ റേഞ്ച് മുതലാണ് ഇന്ത്യ നിൽക്കുന്നത്, റൈറ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് മധ്യഭാഗത്തൂടെ ഒരാൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ത്യയുടെ ഓൾമോസ്റ്റ് മധ്യഭാഗത്തുകൂടി ഒരാൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവനെ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡാണ്, 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇതിൻ്റെ നടുക്കൂടെ കടന്നു പോകുന്നു. 37.6 അല്ലെങ്കിൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, ഏറ്റവും നോർത്തിലൂടെയും പാസ് ചെയ്ത് പോകുന്നു, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ജനറലി നമ്മുടെ ഗ്ലോബിനകത്ത് ഈ 0 ഡിഗ്രിക്ക് ഒരു 30 ഡിഗ്രി മുകളിലോട്ടും 30 ഡിഗ്രി താഴോട്ടും വരുന്നൊരു ഈ റീജിയനെ നമ്മൾ പൊതുവേ പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ്. ഓക്കെ, ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അതിന് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ടെമ്പറേറ്റ് സോൺ, ട്രോപ്പിക്കൽ അല്ലെങ്കിൽ നമ്മളിതിനെ ടോറിഡ് സോൺ എന്നും വിളിക്കും കേട്ടോ. ടോറിഡ് സോൺ എന്നും വിളിക്കും, TORRID, ടോറിഡ് സോൺ എന്നും വിളിക്കും. ടെമ്പറേച്ചർ സോൺ അല്ലെങ്കിൽ ക്ലൈമറ്റ് സോൺ എന്ന രീതിയിൽ പേര് വരുമ്പോൾ ടോറിഡ് എന്നാണ് വിളിക്കുക, ടോറിഡ് സോൺ. അതിന് മുകളിലേക്ക് വരുന്ന ഒരു 60 ഡിഗ്രിയൊക്കെ വരെ വരുന്നതിനെ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കും. 60 ഡിഗ്രി വരെ ടെമ്പറേറ്റ് സോൺ, അതിൻ്റെ മുകളിൽ ഒരു 90 ഡിഗ്രി വരെ ഉള്ളതിനെ ഫ്രിജിഡ് സോൺ എന്നും വിളിക്കും, ഫ്രിജിഡ് സോൺ. ഓക്കെ, അപ്പോൾ ടോറിഡ്, ടെമ്പറേറ്റ്, ഫ്രിജിഡ് എന്ന രീതിയിൽ നമ്മളൊരു 30 ഡിഗ്രി ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേറ്ററിന് മുകളിലും താഴെയുമായിട്ട് ക്ലൈമറ്റിക് സോണുകളെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഇന്ത്യ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സദേൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞ് 23.5 ഡിഗ്രി നോർത്തിലേടാ. ഈ 23.5 ഡിഗ്രി ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയെ ഒരു നോർത്തേൺ ഇന്ത്യ എന്നും സദേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു ബൈഫർക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആൾക്കാരെല്ലാം പൂർണ്ണമായിട്ടും ഏത് കാറ്റഗറിയിൽ വരുന്നു? ട്രോപ്പിക്കൽ റീജിയൻ വരികയും അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന പോർഷൻസ് നമുക്ക് അറിയാം. ഇപ്പോൾ ഹിമാലയ പർവ്വത നിരകളൊക്കെ വരുന്നതിൻ്റെ ചുവടുകളിലൊന്നും അത്ര ചൂടുള്ള സാഹചര്യമൊന്നുമല്ല, തണുപ്പാണ്. അവിടെയുള്ള മേഖലകൾ ഒന്നുകിൽ നമ്മൾ എന്ത് വിളിക്കും? സബ് ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വാം ടെമ്പറേറ്റ്. നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേറ്റ് എന്ന മേജർ ക്ലാസിഫിക്കേഷനിലെ അതിൻ്റെ ഒരു അല്പം വാർമർ സൈഡ്, അതുകൊണ്ട് ഒരു വാം ടെമ്പറേറ്റ് എന്നോ വിളിക്കാം. ഒന്നുകിൽ സബ് ട്രോപ്പിക്കൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാം ടെമ്പറേറ്റ്. ഇത് രണ്ടും നമുക്ക് ശരിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ ദി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിക് സോൺ ഓഫ് ദി വേൾഡ്. ഇപ്പോൾ ലോകത്തിൻ്റെ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലായിട്ടാണ് ഇന്ത്യ മൊത്തത്തിൽ നിൽക്കുന്നത്. സൗത്ത് ഇന്ത്യ പർട്ടിക്കുലർലി ട്രോപ്പിക്കൽ സോണിലും നോർത്ത് ഇന്ത്യ ഒരു സബ് ട്രോപ്പിക്കൽ സോണിലും എന്ന രീതിയിൽ നമുക്ക് പറയാം. ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ. ക്ലിയർ ആണേ? സെറ്റാണല്ലോ? ഇത്രയേ ഉള്ളൂ. ആ സബ് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസിഷനാണ്, ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? റൈറ്റ്. അതുപോലെ ദ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ദിസ് സ്മോൾ ഇൻഹാബിറ്റഡ് വില്ലേജ് ഓഫ് ഗോരമോത്തി ഇൻ ദി കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. അപ്പോൾ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ്, നമ്മൾ 68 ഡിഗ്രി 7 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡ് പറഞ്ഞില്ലേ, ദ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്, അത് ഏതാണ്? ഗോരമോത്തി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ആൾതാമസമുള്ള മോത്തി എന്ന് പറയുന്ന ഒരു വില്ലേജാണ് എവിടെ വരുന്നത്? ഏറ്റവും പടിഞ്ഞാറേറ്റത്ത് വരുന്ന സംസ്ഥാനം ഏതാടെ? ഗുജറാത്ത് അല്ലേ? ഇപ്പോൾ ഗുജറാത്തിലെ ഒരു വില്ലേജ്, ഏത് വില്ലേജ്? അല്ലെങ്കിൽ ഗോരമോത്തി എന്ന് പറയുന്ന വില്ലേജ് ഏത് ജില്ലയിൽ? കച്ച് ജില്ല, കച്ച് ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ഗോരമോത്തി എന്ന് പറയുന്ന ഒരു ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള വില്ലേജാണ് ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൂടി ഓർത്തോ. അതുപോലെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും? അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലായിരിക്കും അല്ലേ? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തായിരിക്കും, വിച്ച് ഈസ് കിബിത്തു. ഓക്കെ, എന്താണ് ഈസ്റ്റേൺ മോസ്റ്റ് ടൗൺ? കിബിത്തു. എവിടെ? അരുണാചൽ പ്രദേശിലെ കിബിത്തു. അപ്പോൾ ടോട്ടലി 2933 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗോരമോത്തിയിൽ നിന്ന് കിബിത്തുവിലേക്ക് പോകുന്ന ദൂരം ആണ് എന്ന രീതിയിലും കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? അഞ്ചാവ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ഡിസ്ട്രിക്റ്റിലാണ്. നിങ്ങൾ ഒരുപാട് ഡീറ്റെയിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. എസെൻഷ്യലി ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. ലെറ്റ്സ് സീ ഓൺ ദി നെക്സ്റ്റ് സെഷൻ.